ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് എടുത്തു വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയിപ്പോയത്. അപ്പോൾ അതുപോലെ തന്നെ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞു. രാവിലെ ഭയങ്കര തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ എല്ലാവരെയും പറഞ്ഞു വെച്ച ശേഷമാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് പൂരിയും ബാജിയായിരുന്നു കേട്ടോ. പൂരിയാണെങ്കിൽ ചുട്ടതൊന്നുമില്ല. അങ്ങനെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പ്രസ്സില്ലാണ്ട് പെട്ടെന്ന് പൂരി ഉണ്ടാക്കാം. പിന്നെ മിന്നൂട്ടി കൊണ്ടുപോയ ആപ്പിളിൻ്റെ ഒരു പീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതും മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പൂരി കുറക്കാമല്ലോ. ഞാൻ എപ്പോഴും 4 പൂരി ആട്ടോ കഴിക്കണേ. അങ്ങനെ ഞാൻ 4 പൂരിയാണ് കണക്ക്. പിന്നെ വായിക്ക് തോന്നിയാൽ, ടേസ്റ്റ് തോന്നിയാൽ ഞാൻ അതിൽ കൂടുതൽ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് 4 മതിയെന്ന്. അപ്പോൾ ആപ്പിൾ ഉള്ളതുകൊണ്ട് ഒന്നും കൂടി കുറച്ചു കേട്ടോ. അങ്ങനെ ഡയറ്റിംഗ് എന്നൊക്കെ പറയുന്നു, ഞാൻ തന്നെ പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഫുഡ് കണ്ടാൽ കൺട്രോൾ പോകുന്നു പറഞ്ഞില്ലേ, ആ ഒരവസ്ഥയിലാണ്. അങ്ങനെ നമ്മൾ 3 പൂരി ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ബാജിക്കറിയും അതിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ആപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം നമുക്ക് കഴിക്കാം മനസ്സമാധാനത്തോടുകൂടി. അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ പാത്രം കഴുകേണ്ട ഓർത്തിട്ട് എനിക്ക് കഴിക്കാൻ പറ്റൂല. അപ്പോൾ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. ഇന്നലത്തത് ഞാൻ ആദ്യം തന്നെ വെള്ളം ഇത്തിരി തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആ ചോറ് ഇട്ടിട്ട് ഒന്ന് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് നോക്കിയിട്ട് എത്ര ചോറ് വേണമെന്ന് നോക്കിയിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ആട്ടപ്പൊടി കുഴച്ചത് കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനാണ്. പാത്രത്തിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെയൊക്കെ നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ പാത്രം കാണുമ്പോൾ എന്തോ പെട്ടെന്ന് കഴുകാണ്ട് പോകാനുള്ള മനസ്സില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പാത്രം ഒന്ന് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് സോപ്പിട്ടിട്ട് തേച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പണിയെല്ലാം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഉച്ചയാവും കഴിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കഴിച്ചാൽ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ പാത്രവും ഞാൻ തേച്ച് വെച്ചു. പിന്നെ ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് ഞാൻ വെക്കുന്ന ചോറെല്ലാം ബാക്കി വരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കണക്ക് തെറ്റുന്നതാണോ, ചോറ് എല്ലാവരും കഴിക്കുന്നത് കുറവാണോ എന്താണെന്നറിയില്ല. രാവിലെ തിളപ്പിച്ച് വെച്ച വെള്ളം തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം കുറച്ച് തിളപ്പിച്ച് വെച്ചു കുടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ചു കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ ചോറ് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതൊന്ന് തിളക്കാൻ വെച്ചിട്ട് ഞാൻ തേച്ച് വെച്ച പാത്രം പെട്ടെന്ന് കഴുകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകിയിട്ട് അവിടെ തന്നെ വെക്കുന്നുണ്ട്. അപ്പം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറിയ ശേഷം എടുത്ത് വെക്കാമല്ലോ. അങ്ങനെ പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു ഇന്ന്. ഇടയ്ക്ക് ഞാൻ രാവിലെ ഇവർ പോകുന്ന തിരക്കിൽ തന്നെ കഴുകി വെക്കാറുണ്ട്. ഇന്നൊന്നും കഴുകിയിട്ടില്ല. അതുകൊണ്ടാണ് ഒത്തിരി പാത്രമായത്. ഇങ്ങനെ ആകുമ്പോൾ പാത്രം കഴുകാൻ ഒരു മടിയാണ്. മടിയെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എന്തായാലും നമ്മൾ തന്നെ ചെയ്യേണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇതാ കഴുകിയെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പാത്രം ഇതാ ചടപടാന്ന് കഴുകിയിട്ടായി കേട്ടോ. കഴുകാൻ തുടങ്ങാൻ മാത്രമേ ഒരു മടിയൊക്കെ ഉള്ളൂ. കഴുകി തുടങ്ങിയാൽ നമുക്ക് പെട്ടെന്നാകുന്നൊരു സംഭവമാണിത്. അങ്ങനെ നമ്മുടെ സ്പൂണും കയ്യിലും എല്ലാം കഴുകി കഴിഞ്ഞിട്ട് വാഷ് ബേസും കൂടി ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. പാത്രമൊക്കെ കഴുകി തീരാറാകുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. ഇതായല്ലോ എന്ന് വിചാരിച്ചിട്ട്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ പെട്ടെന്നായിരുന്നു പണിയൊക്കെ. അങ്ങനെ പാത്രമൊക്കെ കഴുകി നമ്മളെ കൈക്കോൾ തുണി അവിടെ പിഴിഞ്ഞിട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിപ്പയിലേക്ക് മാറ്റാം കേട്ടോ. ഊറ്റിയിട്ട് ഞാനിങ്ങനെയാണ് എപ്പോഴും ചോറ് ഊറ്റണത്. അങ്ങനെ നമ്മൾ കുക്കറിൽ വെച്ചാലും ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളം എടുത്ത് ഒഴിക്കും. അപ്പോഴേ നമ്മുടെ ചോറ് സെറ്റാവും. അതേപോലെ ഇപ്പോഴും ഞാൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയറൊന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വിശക്കണമെന്ന് ഇങ്ങനെ ഓടിപ്പോയിട്ട് ആദ്യമൊരു ആപ്പിൾ കഴിച്ചു. ആ ഒരു ആപ്പിളേ ഞാൻ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ പൂരി കഴിച്ചിട്ടാകുമ്പോഴത്തേക്ക് എൻ്റെ വയറ് നിറഞ്ഞു. ബാക്കി ആപ്പിളൊക്കെ ഞാൻ അവിടെ കൊണ്ടുവച്ചു. കഴിച്ചിട്ടൊന്നുമില്ല. ഈ കാണുന്ന ഷോ മാത്രമേ ഉള്ളൂ. കഴിക്കാൻ വലിയ പോലെ എടുക്കുകയും ചെയ്യും. പൂരിയാണെങ്കിൽ ഞാൻ ഒന്നും കൂടി കഴിച്ചേനെ. പക്ഷെ ആപ്പിളായതുകൊണ്ടായിരിക്കും. ആപ്പിളൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. പിന്നെ കഴിക്കണമല്ലോ എന്ന് വെച്ച് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിച്ച പാത്രവും കഴുകി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച എല്ലാ പാത്രത്തിൻ്റെ വെള്ളമൊക്കെ നല്ലതുപോലെ ഊറ്റിയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ എല്ലാം ഒന്ന് എടുത്തു വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഒട്ടും തന്നെ സ്പേസ് ഉണ്ടാവും തോന്നില്ല. കാരണം പാത്രമൊക്കെ ഇവിടെ കഴുകി വെക്കുമ്പോൾ ഒട്ടും സ്ഥലമില്ലാത്ത മാതിരി തോന്നുന്നു. ഒന്നാമത് കുഞ്ഞടുക്കളയാണ്, പിന്നെ പാത്രം കൂടി ഇവിടെ കഴുകിയിട്ട് വെക്കുമ്പോഴത്തേക്കും ഇവിടെ നിറഞ്ഞതുപോലെ തോന്നും. അതുകൊണ്ട് ഞാൻ എല്ലാം പെട്ടെന്ന് എല്ലാം അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ എടുത്തിട്ട് വെക്കുന്നുണ്ട്. ഇന്നൊരു വല്ലാത്തൊരു ക്ഷീണമാണ്. ഈ വീഡിയോ എടുത്തതിന് തലേദിവസം ഞങ്ങൾക്കൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ രാത്രി 8 മണിക്കായിരുന്നു പാർട്ടി ഉണ്ടായിരുന്നത്. 8 മണിക്ക് പോയിട്ട് പിന്നെ 10:30 ആയിട്ട് വരുമ്പോൾ, അപ്പോൾ നമ്മൾ ഉച്ചക്ക് പോയപ്പോഴേ അവിടെ ഭയങ്കര പാട്ടൊക്കെ ആയിരുന്നു. സൗണ്ട് കേട്ടിട്ട് എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ രാത്രി നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്കും കൂടി പോയി ഇതേ സൗണ്ട് കുറേ നേരം കേട്ടല്ലോ. നമ്മൾ 8 മണിക്ക് പോയിട്ട് 10:30 ആയിട്ട് അതിന് തിരിച്ചു വരുമ്പോൾ പിന്നെ ഒത്തിരി തുള്ളുകയും ചെയ്തു കേട്ടോ. ഡാൻസിനൊക്കെ പാട്ട് കേട്ടാൽ പിന്നെ നമ്മൾ തുള്ളുമല്ലോ. അങ്ങനെ ഒത്തിരി തുള്ളി. എപ്പോഴും അങ്ങനെ ഡാൻസൊക്കെ കളിക്കാത്തതുകൊണ്ട് ഇപ്പോൾ എപ്പോഴെങ്കിലും തുള്ളുമ്പോൾ തന്നെ നമ്മുടെ ശരീരം മൊത്തം ഒരു വേദന പോലെ. 10:30 വന്നിട്ട് ഒരു 11 മണി 11:30 ആയി പിന്നെ കിടക്കുമ്പോൾ. അതുകൊണ്ട് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. രാവിലെ ഒരു 5:30 ആകുമ്പോൾ എഴുന്നേറ്റും ചെയ്തു. ഇവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ ഉറക്കത്തെ ഓടിയതായിരുന്നു. ഇവർക്കൊക്കെ ഭയങ്കര ക്ഷീണമായിരുന്നു. അവർ പോയപ്പോൾ തൊട്ട് തുള്ളുന്നുണ്ട് അവിടെ. മിന്നൂട്ടിക്കാണെങ്കിൽ നല്ല ക്ഷീണമായിരുന്നു. രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോയി വന്നിട്ട് 2 മണിക്ക് കിടന്ന ആൾ പിന്നെ എഴുന്നേറ്റ് 6 മണിക്ക് കേട്ടോ. അത്രയും നേരം അവൾ ഉറങ്ങി. അവൾ ആ ക്ഷീണം മൊത്തം പിറ്റേ ദിവസം തീർത്തു. പൂജയാണെങ്കിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനെ വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒത്തിരി ഡാൻസ് കളിച്ചത് പൂജയായിരുന്നു. കഥ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ പാത്രമൊക്കെ എടുത്ത് വെച്ച് കിച്ചൻ്റെ തട്ട് നല്ലതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ താഴോട്ട് വന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ചെറുകുന്നിടത്ത് തേങ്ങയൊക്കെ താഴോട്ട് തട്ടിയിട്ടപ്പം ഇതിനകത്തോട്ട് തേങ്ങയൊക്കെ വീണു. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അതിനകത്ത് കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടച്ചിട്ട് ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കിയിട്ട് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒന്ന് അടിച്ചിട്ട് കൊടുക്കാം. ഇന്ന് തുടക്കമൊന്നും വേണ്ട, കാരണം ഇവിടെ വലിയ മണ്ണൊന്നുമില്ല. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ തുടച്ചത്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഞാൻ തുടക്കണില്ല, ഇന്ന് അടിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ അത് അടിച്ചിട്ട് നമ്മളത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും വേസ്റ്റിൻ്റെ ആൾക്കാർ വന്നു. അങ്ങനെ വേസ്റ്റൊക്കെ കൊണ്ടുകൊടുത്തിട്ട് ഡബ്ബയൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേസ്റ്റിൻ്റെ കവറൊക്കെ ഒന്ന് ഇട്ട് വെക്കാം. ഇപ്പോൾ ഉച്ചവരെ ഞാൻ മാത്രമേ ഉള്ളൂ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ കവറിട്ടില്ലെങ്കിൽ ഞാൻ അതേപോലെ അതിനകത്തോട്ട് ഇടും. അപ്പം ഞാനത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമ്മളൊന്ന് കവറും കൂടി ഇട്ടേക്കാം, എന്നാൽ നമുക്ക് അതിനകത്തോട്ട് തന്നെ ഇടാമല്ലോ, പിന്നെ ടെൻഷനില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇത് കൈയിട്ടെടുത്തിട്ട് ഈ കവറിലേക്ക് ഇടേണ്ടി വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് കവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. കവർ ഇടാതെ കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് എന്തായാലും വേസ്റ്റ് കൊടുക്കണം. ഒരുമിച്ചിട്ടിട്ട് കൊടുത്താൽ അവരെന്തായാലും പറയും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കവർ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കൽ. ആദ്യമൊക്കെ വന്നിട്ടാകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ടാവില്ല, ഞാനെല്ലാം ഒരുമിച്ചിട്ടിട്ടെല്ലാം കൊടുത്ത ദിവസമൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ തൊട്ട് ഞാൻ പിന്നെ കവറൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് തന്നെ കൊടുക്കും. അങ്ങനെ നമ്മൾ കിച്ചണൊക്കെ അടിച്ച് ഹാളിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നേരെ നമ്മളത് റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഇതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, ഇന്നത്തെ ഡേ മൈ ലൈഫിൻ്റെ വീഡിയോ. ഇത് കുറച്ച് വൈകിട്ടാട്ടോ ഞാൻ എടുത്തത്, കാരണം അന്നേരം കറണ്ട് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കറണ്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം മൊബൈൽ നോക്കിക്കൊണ്ട് അവിടെ കിടന്നു. പിന്നെ കറണ്ട് വന്നപ്പോഴാണ് തുടങ്ങിയത്. ഇവിടെ കറണ്ടിൻ്റെ ഒരു വല്ലാത്ത പ്രശ്നമാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ കറണ്ട് ഉണ്ടാവില്ല, അതാണ് പ്രശ്നം. ഇവിടുത്തെ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് പാടാണ് എനിക്ക് ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. ഇത് ഇന്നലെ കൊണ്ടുവച്ച തുണിയാണ്, മടക്കാൻ ഇത്തിരി മടിയായതുകൊണ്ട് ഇവിടെ തന്നെ കിടന്നു. തുണി മടക്കാനൊക്കെ എനിക്കൊരു ഇൻട്രസ്റ്റ് വരണം. ചിലപ്പോൾ ഞാൻ 2 ദിവസത്തെ തുണിയൊക്കെ ഒന്നിച്ച് മടക്കലാണ്. അവിടെ എങ്ങനെ കൊണ്ടിടും, കുന്നുപോലെ കിടക്കും. അതിൽ നിന്ന് തപ്പിയിട്ട് വേണം നമ്മൾ രാവിലെയൊക്കെ ഇവർ സ്കൂളിൽ പോകുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ സോക്സും ടവലും ഇങ്ങനത്തെ ഒക്കെ സംഭവമാണ് കേട്ടോ നമ്മൾ വിൽക്കിടന്ന് രാവിലെ തപ്പണത്. പൂജയാണെങ്കിൽ അതിൽ നോക്കാൻ പറഞ്ഞാൽ അവൾ നോക്കൂല, കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. രാവിലെ നമ്മൾ ഈ ചായ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ തപ്പിക്കൊടുക്കാൻ ഇത്തിരി പാടുമാണ്. അതുകൊണ്ട് മടക്കി വെക്കണം, സെപ്പറേറ്റ് ആയിട്ട് വെക്കണം എന്നൊക്കെ വിചാരിക്കും. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര മടി പിടിച്ചുകൊണ്ട് അങ്ങനെ കിടക്കും. അങ്ങനെ നമ്മളെ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബാഗിൽ അങ്ങ് വെക്കാം. പക്ഷെ നല്ല ഡ്രസ്സ് അവിടെ മടക്കി വെക്കുന്നതിനേക്കാളും ഇതിൽ കിടന്നോളുമല്ലോ. അന്ന് വിഷുവിനൊക്കെ ഇട്ട ഡ്രസ്സൊക്കെ ഞാൻ അവിടെയാണ് അലക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതൊക്കെ ഇപ്പോൾ ഈ ബാഗിലോട്ട് അങ്ങ് വെച്ച് അടച്ച് വെക്കുന്നുണ്ട്. അവിടെ ആകുമ്പോൾ നമ്മൾ ഓരോന്ന് വലിക്കുമ്പോൾ അത് ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കും. ഇത്രയും പണി ചെയ്യുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ക്ഷീണം വന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ആ ഫില്ലോ കവറൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചത്. കുറച്ച് നാളായിട്ടോ അലക്കിയിട്ട്. അങ്ങനെ നമ്മൾ അലക്കിയ ഫില്ലോ കവർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് മാറ്റിയിട്ട് പുതിയൊരു ഫില്ലോ കവർ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ പെട്ടെന്ന് ഈ ബെഡ്ഷീറ്റും ഒന്ന് ശരിയാക്കി എടുക്കണം. പുതപ്പ് മടക്കി വെച്ച് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പുറത്തെ റൂമിലത്തതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കറണ്ടിനെ കാണാതിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കറണ്ട് വന്നത്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ പുതപ്പൊക്കെ മടക്കിയിട്ട് മാറ്റി വെച്ചു. ഇത് നമ്മുടെ അന്ന് ബെഡ്ഷീറ്റിൻ്റെ കൂടെ കിട്ടിയൊരു കുഷനാണ്. പൂജ എടുത്തിട്ട് അവളെ ബെഡിൽ വെച്ചിട്ടുണ്ട്. അത് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് അവളെടുത്തു, ഒന്ന് മിന്നൂട്ടി എടുത്തു. എനിക്കില്ല ഗൈസ്, എന്ത് ചെയ്യാനാ. അങ്ങനെ അവിടെയൊക്കെ റെഡിയാക്കിയിട്ട് നേരെ അടുത്ത റൂമിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത റൂമിലാണെങ്കിൽ നമ്മൾ നേരത്തെ ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ സെറ്റാക്കി വെച്ചിന്. അതുകൊണ്ട് അവിടെ അടിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. ആ റൂം ഞാൻ നേരത്തെ അടിച്ചു വിട്ടണം. പിന്നെ ഒന്ന് പൂജാമുറിയും കൂടി വൃത്തിയാക്കുകയാണ്. അവിടെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയിട്ട് താഴോട്ടിട്ടിട്ട് അവിടെ ഇങ്ങനെ വെളുത്തുണ്ട് കേട്ടോ, പൊടി വീണതുകൊണ്ട്. പിന്നെ അവിടെയും നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടിയൊക്കെ തട്ടി താഴെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് അവിടെ ഒന്ന് അടിക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ഹാളിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഹാളിൽ നിന്നാണ് എല്ലാം ശരിയാക്കി എടുത്തത്. നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എപ്പോൾ വൃത്തിയാക്കിയാലും പിന്നെ ഇങ്ങനെ സാധനം കുന്നുകൂടി കിടക്കുമെന്ന് പറയില്ലേ. കണ്ണാടി ഹാളിലായതുകൊണ്ട് നമ്മൾ തലമുടിയിൽ നിന്ന് അയക്കുന്ന ബുഷും ക്ലിപ്പും പിന്നെന്താണ് ചീപ്പ് അങ്ങനത്തെ ഒക്കെ സാധനം അധികം ആ ഫ്രിഡ്ജിൻ്റെ അവിടെ വയ്ക്കും. പിന്നെ ഞാനത് ഒരു പ്രാവശ്യം വൃത്തിയാക്കും. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അതേപോലെ ആദ്യമേ കിടക്കും. ഞാനും അവിടെ തന്നെ കൊണ്ടുവെക്കും കേട്ടോ. പെട്ടെന്നൊരു സേഫായിട്ടുള്ള ഏരിയ അതാണെന്ന് തോന്നും. പെട്ടെന്ന് അവിടെ കൊണ്ടുവെക്കും. അങ്ങനെ അതൊക്കെ പറക്കിയിട്ട് ഞാൻ ടേബിളിൻ്റെ മീത്തിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ സെറ്റ് ആക്കിയിട്ടൊന്ന് വെക്കാം കേട്ടോ. ഒന്ന് സൗണ്ട് കേൾക്കുമ്പോൾ മീൻകുട്ടൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു മീൻകുട്ടൻ മാത്രമേ ഉള്ളൂ. ഒന്നും കൂടി വാങ്ങണമെന്ന് വെച്ച് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ കിട്ടിയില്ല കേട്ടോ. അന്ന് വിൽക്കുന്നുണ്ടായ അവർ അവിടെ ഇല്ല. അതുകൊണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോയിട്ട് വാങ്ങണം. അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നും കിട്ടിയാൽ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ വാങ്ങിയിട്ടില്ല. അങ്ങനെ അതാ ഫ്രിഡ്ജിൻ്റെ മുകളിലത്തെ സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ അപ്പുറത്ത് എവിടെയോ കൊണ്ടുവച്ചു. പിന്നെ നമ്മുടെ ടേബിൾ ഒന്ന് വൃത്തിയാക്കി അവിടെ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പൊടിയുണ്ട് കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, അടിയിൽ നന്നായിട്ട് പൊടിയുണ്ട്. മിന്നൂട്ടിയാണെങ്കിൽ ഇന്ന് വേറെ ബോട്ടിലാട്ടോ കൊണ്ടുപോയത്. സ്റ്റീലിൻ്റെ ബോട്ടിലാണ് കൊണ്ടുപോയത്. ഈ ബോട്ടിൽ രാവിലെ തപ്പിയിട്ട് എവിടെയും കാണാനില്ല. ഇന്നലെ ട്യൂഷന് പോകുമ്പോൾ ഈ ബോട്ടിൽ എടുത്തുകൊണ്ടാണ് പോയത്. ഞാൻ വിചാരിച്ചു അവിടെ കളഞ്ഞിട്ട് വന്നു എന്നാണ്. അപ്പോഴത്തേക്കും കൊണ്ടുവന്നിട്ട് പൂജേൻ്റെ കട്ടിലിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അടിക്കണ സമയത്താണ് എനിക്കത് കണ്ടത്. പിന്നെ ഞാനിന്ന് സ്റ്റീലിൻ്റെ ബോട്ടിലിൽ കൊടുത്തു അവൾക്ക്. പിന്നെ അവിടെ ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടാകുമ്പോഴാണ് ചോദിച്ചത്. ഒന്നാമത് ഞാൻ വെള്ളം എപ്പോഴും സൈഡിലാണ് വെക്കണത് ബാഗിൻ്റെ. അവിടെ കാണാത്തതുകൊണ്ട് എന്നോട് ചോദിച്ചു എൻ്റെ എൻ്റെ ബോട്ടിൽ എവിടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഉള്ളിലുണ്ട്. നോക്കുമ്പോഴത്തേക്ക് സ്റ്റീലിൻ്റെ ആണ്. അപ്പോൾ മുഖമൊക്കെ ചെറുങ്ങനെ വാടിയതാണ്. അപ്പം ഞാൻ പറഞ്ഞു അത് കാണുന്നില്ല, എവിടെ പോയി എന്നറിയില്ല, നീ ട്യൂഷന് കൊണ്ടുപോയിട്ട് കളഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ വരുമ്പോഴത്തേക്കും തപ്പിയെടുക്കാം, നാളെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടതാണ്. കുഴപ്പമില്ലാതെ പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിച്ചണിലേക്ക് പോയി. ഞാനൊരു വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കിയിട്ടോ. പിന്നെ ഇന്നലത്തെ രസമൊക്കെ ഉണ്ടായിരുന്നു. ചോറും വെച്ചു. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തതായിരുന്നു. എന്താണെന്നറിയില്ല, അത് ഓപ്പൺ ആവുന്നില്ല. ഒരു വീഡിയോ പാർട്ട് മാത്രം. അതിൻ്റെ ഇടയിൽ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അപ്പം ഞാൻ മെഷീനിലേക്ക് ഇട്ടു കേട്ടോ. എനിക്ക് അലക്കാൻ മടിയായിട്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് കുളിച്ചിട്ട് വന്നു. ഈ പ്ലേറ്റിൽ കാണുന്ന ചോറാണ് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചത്. പിന്നെ ഇപ്പോൾ വെച്ച ചോറ് ഞാൻ അരിപ്പയിൽ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി ആയിട്ടോ. ഇത് ഇന്നലെ വെച്ച രസമാണ്. അപ്പുറത്ത് അക്ക വന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ വെക്കുന്നത്. തമിഴ്നാട് റെസിപ്പിയാണെന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇന്നലത്തെ പയർ ഉപ്പേരി ഉണ്ട്. അതുകൊണ്ട് കുറേ കറിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അധികം കറിയൊന്നും ഉണ്ടാക്കാൻ പോയില്ല. അതൊക്കെ മതി, അതൊക്കെ തീരട്ടെ വിചാരിച്ചു. അതുകൊണ്ട് ഇന്നൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഇന്ന് വഴുതനങ്ങ ഉപ്പേരി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് മിന്നൂട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇടയ്ക്കിടയ്ക്ക് ബസ് നേരത്തെ വരും. ഇന്നാണെങ്കിൽ ഞങ്ങൾ 1 മണിയായിട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് എന്നെ മിസ് കോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് വാതിലൊക്കെ പൂട്ടിയിട്ട് ഓടിപ്പോവാണ്. മേക്കപ്പ് ഇടാനൊന്നും സമയമില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി പോവാണ്. ഞാൻ താഴെ എത്തുമ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, എൻ്റെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ മോനും ഉണ്ടായിരുന്നു. അവന് എക്സാം ആയതുകൊണ്ട് അവൻ നേരത്തെ വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് പോയിട്ടോ. അവിടെ എത്തിയിട്ടാകുമ്പോൾ വർത്താനം പറയുന്നതുകൊണ്ട് മിന്നൂട്ടി ഇറങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ച് എനിക്ക് മറന്നു. അങ്ങനെ മിന്നൂട്ടീനൊക്കെ കൂട്ടിയിട്ട് നമ്മളിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നേരെ കിച്ചണിലേക്ക് പോയിട്ടോ. രസം ചൂടാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് രസം ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വഴുതനങ്ങ ഉപ്പേരി ആറിയിട്ടില്ലായിരുന്നു, ഓഫ് ചെയ്തിട്ട് പോയതാണ്. അങ്ങനെ ഞാനതൊന്ന് വെള്ളമൊക്കെ നാറ്റിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി വറുത്തിട്ട് നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ ഇടയിൽ 90 പണിയാണ്. വഴുതനങ്ങ ഉപ്പേരി മാറ്റാനുള്ള പാത്രം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്, എവിടെയും കാണുന്നില്ല. തപ്പി ലാസ്റ്റ് എനിക്കൊരു പാത്രം കിട്ടി. അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് അതിലേക്ക് പെട്ടെന്ന് വഴുതനങ്ങ ഉപ്പേരി മാറ്റുന്നുണ്ട് കേട്ടോ.
അത് മാറ്റിയിട്ട് അതിലേക്ക് തന്നെ നമ്മൾ പയറുപ്പേരി ഒന്ന് ചൂടാക്കി എടുക്കണം. ഇന്നലെ വെച്ചതാണ്. പയറുപ്പേരി എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വാളം പയർ ഉപ്പേരി വെച്ചതെന്ന്. അതൊന്നും അല്ല കേട്ടോ, വൻപയറാണ് ഉപ്പേരി വെച്ചത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്കൊരു ഫ്രണ്ട് പറഞ്ഞെന്നാ കേട്ടോ ഇങ്ങനെ ചെയ്യാറുണ്ടെന്ന്. ഞാനിതിനെ പുളിവെള്ളവും പിന്നെന്താണ് നീരൊക്കെയാണ് ആക്കാറുള്ളത്. അങ്ങനെ ഞാൻ ഇന്നലെ ആണെങ്കിൽ ഇതിന് ഉപ്പേരിയാണ് വെച്ചത്. കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തു. കുക്കറിലാണ് വേവിച്ചത്. അങ്ങനെ വെന്ത ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ ചിരവി ഇട്ടു. പിന്നെ നമ്മൾ അതൊക്കെ തേങ്ങയൊക്കെ വെന്ത ശേഷം വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ഒന്ന് എണ്ണയിൽ വറുത്തിട്ട് അതിനകത്തോട്ട് ഇട്ടു കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഉപ്പേരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് ആദ്യമായിട്ടോ മനസ്സിലായത്. അങ്ങനെ അതും ചൂടാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ രസവും ചൂടായിട്ടുണ്ടായിരുന്നു, അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ കൈയോടുകൂടി നമ്മൾ പാത്രവും കഴുകി വെക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ലാസ്റ്റ് ഒരുപാട് പാത്രം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കൈയോടുകൂടി തന്നെ ഞാൻ എല്ലാ പാത്രവും കഴുകിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പപ്പടമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഇത് ഒത്തിരി നാളായിട്ടോ കൊണ്ടുവന്നപ്പോൾ 2 ദിവസം ആക്കിയതേ ഉള്ളൂ. പിന്നെ അവിടെ വെച്ചിട്ട് മറന്നുപോയി കേട്ടോ. ഇന്ന് എന്തോ തപ്പണ സമയത്താണ് ഞാനത് കണ്ടത്. അങ്ങനെ ഞാനതൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. പപ്പടം ഇല്ലാതിരിക്കുമ്പോൾ ഇതുപോലത്തെ എണ്ണയിലിട്ടിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മിന്നൂട്ടീനെയൊക്കെ പറ്റിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. മിന്നൂനാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ചോറ് കഴിക്കുന്ന കുറവായിരിക്കും. ഇത് തന്നെ കുറേ കഴിച്ചുകൊണ്ടിരിക്കും അവൾ. അങ്ങനെ അതൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ബാക്കിയുണ്ട്, അത് അവിടെ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫുള്ളാക്കിയാൽ ഫുള്ള് ഇപ്പം തന്നെ തീരും. അങ്ങനെ ആരും തന്നെ വന്നിട്ടില്ല കേട്ടോ. ഞാനും മിന്നു മാത്രമേ ഉള്ളൂ. പൂജ 2:30 വരൂ. സുനുവേട്ടനാണെങ്കിൽ വരുന്ന സമയമൊക്കെ കഴിഞ്ഞു, ആൾ വന്നിട്ടില്ല. ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മിന്നൂട്ടിക്ക് പെട്ടെന്ന് ചോറൊക്കെ വിളമ്പി. അവൾക്ക് വഴുതനങ്ങ ഉപ്പേരിയും ഫ്രൈയും രസവുമാണ് എടുത്തിട്ടുള്ളത്. അവൾക്ക് കൊണ്ടുകൊടുത്ത ശേഷം ഞാനും പെട്ടെന്ന് ചോറെടുക്കാൻ പോവാം കേട്ടോ. ഞാനാണെങ്കിൽ ചൂടാക്കിയ ചോറെടുത്തു കുറച്ച്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അത് കഴിച്ചില്ലെങ്കിൽ അത് ബാക്കിയാവും. അതുകൊണ്ട് ഞാൻ അത് കുറച്ചെടുത്തു. പിന്നെ എല്ലാ കറിയും എടുത്തിട്ട് ഞാനും കൂടി ചോറുണ്ണാൻ വേണ്ടി പോവാണ്. ചോറുണ്ട് കഴിഞ്ഞിട്ട് പതിവ് പോലെ തന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.